ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. എല്ലാവർക്കും സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ 4th ചാപ്റ്റർ പ്രസന്റേഷൻ ഓഫ് ഡാറ്റയിലെ ഡയഗ്രാമാറ്റിക് ആൻഡ് ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ അഥവാ ഡയഗ്രങ്ങളും ഗ്രാഫും ഉപയോഗിച്ചുള്ള ഡാറ്റയുടെ അവതരണം എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഡയഗ്രാമാറ്റിക് ആൻഡ് ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ. ഡയഗ്രങ്ങളും ഗ്രാഫും ഉപയോഗിച്ചുള്ള ഡാറ്റയുടെ അവതരണം എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരേ ഒരു രീതിയാണ് ഡയഗ്രാമാറ്റിക് ആൻഡ് ഗ്രാഫിക്കൽ പ്രസന്റേഷൻ. അതായത് നമ്മൾ ശേഖരിച്ച ഡാറ്റ എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയാണ് ഡയഗ്രങ്ങളും ഗ്രാഫും ഉപയോഗിച്ചുള്ള ഡാറ്റയുടെ അവതരണം. പ്രധാനപ്പെട്ട ഡയഗ്രങ്ങളാണ് ജിയോമെട്രിക് ഡയഗ്രാം, ഫ്രീക്വൻസി ഡയഗ്രാം, അരിത്മെറ്റിക് ലൈൻ ഗ്രാഫ്. ഡയഗ്രങ്ങളിൽ വെച്ച് പ്രധാനപ്പെട്ട ഡയഗ്രങ്ങളാണ് ജിയോമെട്രിക് ഡയഗ്രാം, ഫ്രീക്വൻസി ഡയഗ്രാം, അരിത്മെറ്റിക് ലൈൻ ഗ്രാഫ്. ഇതില് ജിയോമെട്രിക് ഡയഗ്രാമിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അവയാണ് ബാർ ഡയഗ്രാമും പൈ ഡയഗ്രാമും. അപ്പോൾ ജിയോമെട്രിക് ഡയഗ്രാമിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവയാണ് ബാർ ഡയഗ്രാമും പൈ ഡയഗ്രാമും. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാർ ഡയഗ്രത്തിനെ കുറിച്ചാണ്. വാട്ട് ഈസ് ബാർ ഡയഗ്രാം? ബാർ ഡയഗ്രാം മീൻസ് rectangular bars with equal width and space. Bar diagram means rectangular bars with equal width and space. തുല്യ വീതിയും തുല്യ അകലവുമുള്ള ദീർഘചതുരങ്ങളുടെ ഒരു കൂട്ടമാണ് ബാർ ഡയഗ്രാം. തുല്യ വീതിയും തുല്യ അകലവുമുള്ള ദീർഘചതുരങ്ങളുടെ കൂട്ടത്തെയാണ് ബാർ ഡയഗ്രാം എന്ന് പറയുന്നത്. ബാർ ഡയഗ്രാംസ് ആർ ഡിവൈഡഡ് ഇൻടു 3. ബാർ ഡയഗ്രത്തിനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അവയാണ് സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, കോമ്പണന്റ് ബാർ ഡയഗ്രാം. അപ്പൊ ബാർ ഡയഗ്രങ്ങൾ എത്ര തരം ഉണ്ടെന്ന് പറഞ്ഞാൽ 3 തരത്തിലുണ്ട്. അവയാണ് സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, കോമ്പണന്റ് ബാർ ഡയഗ്രാം. ഇതിലെ സിമ്പിൾ ബാർ ഡയഗ്രത്തെ കുറിച്ച് നമുക്ക് ആദ്യമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് സിമ്പിൾ ബാർ ഡയഗ്രാം? സിമ്പിൾ ബാർ ഡയഗ്രാം ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് ഓൺലി വൺ വേരിയബിൾ. Simple bar diagram is used to represent only one variable. ഒരു ചരത്തെ, ഒരു വേരിയബിളിനെ മാത്രം കാണിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഡയഗ്രാം ആണ് സിമ്പിൾ ബാർ ഡയഗ്രാം. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ഒരു ചരം ഉപയോഗിച്ച് വരയ്ക്കുന്ന ബാർ ഡയഗ്രാം ആണ് സിമ്പിൾ ബാർ ഡയഗ്രാം. നമുക്ക് സിമ്പിൾ ബാർ ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് നോക്കാം. സിമ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കുന്നതിനുള്ള ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ഇതാണ്: ഡ്രോ സിമ്പിൾ ബാർ ഡയഗ്രാം ഫോർ ദി ഫോളോയിങ് ഡാറ്റ. താഴെ പറയുന്ന ഡാറ്റ അനുസരിച്ച് സിമ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഡാറ്റ തന്നിട്ടുണ്ട്. ഡാറ്റ ഫേംസ് ABCD എന്ന പേരുള്ള 4 ഫേംസ് തന്നിട്ടുണ്ട്. പിന്നെ നമ്പർ ഓഫ് കമ്പ്യൂട്ടർ സോൾഡ്, ആ ഫേംസ് വിറ്റ കമ്പ്യൂട്ടറുകളുടെ എണ്ണവും തന്നിട്ടുണ്ട്. എ എന്ന് പറഞ്ഞ സ്ഥാപനം വിറ്റ കമ്പ്യൂട്ടറുകളുടെ എണ്ണം 50 ആണ്. ബി എന്ന സ്ഥാപനം വിറ്റ കമ്പ്യൂട്ടറുകളുടെ എണ്ണം 90 ആണ്. സി എന്ന സ്ഥാപനം വിറ്റ കമ്പ്യൂട്ടറുകളുടെ എണ്ണം 180 ആണ്. ഡി എന്ന സ്ഥാപനം വിറ്റ കമ്പ്യൂട്ടറുകളുടെ എണ്ണം 200 ആണ്. ഈ ഡാറ്റ അനുസരിച്ച് നമ്മളോട് ഒരു സിമ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് എക്സ് ആക്സിസും വേണം, വൈ ആക്സിസും ആവശ്യമാണ്. അതിൽ എക്സ് ആക്സിസിൽ നമ്മൾ ഫേംസ് ആണ്, ഈ ഡാറ്റ അനുസരിച്ച് എക്സ് ആക്സിസിൽ നമ്മൾ ഫേംസ് ആണ് മാർക്ക് ചെയ്യുക. വൈ ആക്സിസിൽ നമ്പർ ഓഫ് കമ്പ്യൂട്ടർ സോൾഡ്, അളവുകളാണ് നമ്മൾ മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ വേരിയബിളുകളാണ് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ സംഖ്യകളാണ് നമ്മൾ മാർക്ക് ചെയ്യുക വൈ ആക്സിസിൽ. കാരണം ബാർ ഡയഗ്രാം പ്രാധാന്യം നൽകുന്നത് ഹൈറ്റിനാണ്, ഉയരത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് വേരിയബിൾ എവിടെ മാർക്ക് ചെയ്യും? വൈ ആക്സിസിൽ. അല്ലെ, സംഖ്യകളെല്ലാം നമ്മൾ എവിടെ മാർക്ക് ചെയ്യും? വൈ ആക്സിസിലാണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ബാർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എന്തൊക്കെ ആവശ്യമാണ്? എക്സ് ആക്സിസ് വേണം, വൈ ആക്സിസ് വേണം, പിന്നെ അതുപോലെ തന്നെ വേരിയബിൾ എവിടെ മാർക്ക് ചെയ്യാം? വൈ ആക്സിസിലാണ് മാർക്ക് ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഈ ഡാറ്റ ഒന്ന് നോക്കാം. വൈ ആക്സിസിൽ എത്ര വരെ മാർക്ക് ചെയ്യണം എന്നും കൂടി നമുക്ക് നോക്കാം. അതായത് ഇവിടെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 50 ആണ്. ഏറ്റവും ഉയർന്ന സംഖ്യ 200 ആണ്. അല്ലെ, അതായത് ഈ വൈ ആക്സിസിൽ വരയ്ക്കുമ്പോൾ, വൈ ആക്സിസിലെ മെഷർമെന്റ് നമ്മൾ എടുക്കുമ്പോൾ, അളവുകളൊക്കെ മാർക്ക് ചെയ്യുമ്പോൾ 50ഉം ഉൾപ്പെടണം, അതുപോലെ തന്നെ 200ഉം ഉൾപ്പെടണം. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വൈ ആക്സിസിൽ പോയിന്റുകളൊക്കെ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും ഒക്കെ ഒന്ന് വരച്ചു നോക്കാം. അപ്പോൾ നമ്മളിവിടെ എക്സ് ആക്സിസും
വരച്ചിട്ടുണ്ട്, y ആക്സിസും വരച്ചിട്ടുണ്ട്. x ആക്സിസിൽ നമ്മൾ ഫേംസ് ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്, y ആക്സിസിൽ നമ്പർ ഓഫ് കമ്പ്യൂട്ടർ സോൾഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് y ആക്സിസിൽ എങ്ങനെയാണ് അളവുകൾ മാർക്ക് ചെയ്യുക എന്ന് നോക്കാം. ഇവിടെ ഏറ്റവും ഉയർന്ന ദാരിദ്ര്യ സംഖ്യ ഏതാണ്? 200 ആണ്. ഏറ്റവും ചെറുത് 50 ആണ്. അപ്പോൾ നമുക്ക് y ആക്സിസിൽ പോയിന്റുകൾ മാർക്ക് ചെയ്യുമ്പോൾ 50 ഡിഫറൻസിൽ 1 സെന്റിമീറ്റർ അകലത്തിൽ 50 ഡിഫറൻസിൽ നമുക്ക് സംഖ്യകൾ അടയാളപ്പെടുത്താം. ഇവിടെ 50, ഫസ്റ്റിൽ നമുക്ക് 50 എടുക്കാം. 50, 100. അപ്പോൾ നമ്മളിവിടെ 50 ഡിഫറൻസിൽ 1 സെന്റിമീറ്റർ അകലത്തിൽ പോയിന്റുകളൊക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ വേണമെങ്കിൽ 25 ഡിഫറൻസിൽ എടുക്കാം, പക്ഷെ ഇപ്പൊ ഡാറ്റ അപ്പൊ വലിപ്പം കൂടും. ഇവിടെ സൗകര്യത്തിനനുസരിച്ചാണ് ഞാൻ 50 എടുക്കാം. പക്ഷെ ഇവിടെ ഏറ്റവും അനുയോജ്യം നമുക്ക് 50 എന്ന ഡിഫറൻസിൽ പോയിന്റുകൾ മാർക്ക് ചെയ്യാണ് ഏറ്റവും നല്ലത്. അളവുകളൊക്കെ മാർക്ക് ചെയ്തു. 50 ഡിഫറൻസിൽ 1 സെന്റിമീറ്റർ അകലത്തിലാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള സംഖ്യകളൊക്കെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫേം എയുടെ സിമ്പിൾ ബാർ ഡയഗ്രാം വരച്ചു നോക്കാം. ഇനി നമ്മൾ സിമ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കാൻ പോവുകയാണ്. ഈ 0യിൽ നിന്നും കുറച്ച് അകലായിട്ട് നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്തു. ഈ പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി എ എന്ന് പറഞ്ഞ സ്ഥാപനം എത്ര കമ്പ്യൂട്ടർ വെയിറ്റുണ്ട്? 50 കമ്പ്യൂട്ടർ വെയിറ്റുണ്ട്. ഓക്കെ, അപ്പൊ 50 നേരെ നമ്മളൊരു ബാർ ഡയഗ്രാം വരച്ചു. അപ്പോൾ എ എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ബാർ ഡയഗ്രാം നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തതായിട്ട് ബി എന്ന സ്ഥാപനത്തിന്റെ ബാർ ഡയഗ്രാം വരയ്ക്കണം. ആ വരയ്ക്കുമ്പോൾ ഈ ബാറും ഈ 0യും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കണം. ഇവിടെ എത്ര അകലത്തിലാണോ നമ്മൾ ഈ ബാർ എ എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ബാർ ഡയഗ്രാം വരച്ചിട്ടുള്ളത്, അതേ അകലത്തിൽ തന്നെ നമ്മൾ ബിയുടെയും വരയ്ക്കേണ്ടത്. ഇവിടെ പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി ബി എത്രയാണ്? 90. 90 എന്ന് പറയുമ്പോ ഇവിടെ ഏകദേശം ഇവിടെ ആയിരിക്കും. തുല്യ രണ്ട് ബാറുകളും തുല്യ അകലം തന്നെ ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ തുല്യ വീതിയും ആയിരിക്കണം. ഇനി സി എന്ന സ്ഥാപനത്തിന്റെയാണ് വരയ്ക്കാനുള്ളത്. സി എന്ന സ്ഥാപനം എത്ര കമ്പ്യൂട്ടർ വിറ്റ് കഴിഞ്ഞിട്ടുണ്ട്? 180 കമ്പ്യൂട്ടർ വിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സിയുടെ നോക്കാം. 180 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ ആയിരിക്കും. ഇതേ അകലത്തിൽ തന്നെ വേണം. എന്റെ കയ്യിൽ സ്കെയിലൊന്നുമില്ല, അതുകൊണ്ട് ചെരിഞ്ഞുണ്ടാവും. നിങ്ങൾ വരയ്ക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കണം. അപ്പൊ നമ്മള് സിയുടെയും വരച്ചു കഴിഞ്ഞു. 180 എന്ന ഹൈറ്റിൽ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി ഡി എന്ന സ്ഥാപനത്തിന്റെയാണ് നമ്മൾ ഇനി വരയ്ക്കാനുള്ളത്. ഇതേ അകലത്തിൽ തന്നെ നമ്മളിവിടെ പോയിന്റ് മാർക്ക് ചെയ്തു. ഡിയുടെ ഡി എത്രയാണ്? 200 കമ്പ്യൂട്ടറാണ് വിറ്റിട്ടുള്ളത്. 200 തന്നെ ഏകദേശം ഇവിടെ ആയിരിക്കും. അപ്പൊ നമുക്ക് തിരിച്ചറിയണ്ടേ ഏത് സ്ഥാപനത്തിന്റെയൊക്കെയാണെന്നുള്ളത്. അപ്പൊ ഫസ്റ്റില് ബാറിന് എ എന്ന് പറഞ്ഞ പേര് കൊടുത്തു. എ എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ബാർ ഡയഗ്രമാണിത്. ഇനി സെക്കൻഡ് ബി എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ബാർ ഡയഗ്രമാണിത്. ഇനി മൂന്നാമത്തത് സി എന്ന സ്ഥാപനത്തിന്റെയാണ്. നാലാമത്തെ ബാർ ഡി എന്ന സ്ഥാപനത്തിന്റെയാണ്. അപ്പോൾ നമ്മളിവിടെ സിമ്പിൾ ബാർ ഡയഗ്രാം വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാക്കാം ഏറ്റവും കൂടുതൽ കമ്പ്യൂട്ടർ വിറ്റ സ്ഥാപനം ഏതാണ് എന്നുള്ളതിൽ. പെട്ടെന്ന് നോക്കിയാൽ തന്നെ അറിയാലേ, സ്ഥാപനം ഡി ആണ്. സിമ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കാൻ മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തിനെ കുറിച്ചിട്ടാണ്. എന്താണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ,
മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് ടു ഓർ മോർ വേരിയബിൾ. രണ്ടോ അതിലധികമോ ചരങ്ങളെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡയഗ്രമാണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. രണ്ടോ അതിലധികമോ ചരങ്ങളെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബാർ ഡയഗ്രമാണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് ടു ഓർ മോർ വേരിയബിൾസ്. ഉദാഹരണമായിട്ട് വിവിധ വർഷങ്ങളിലെ ഒരു രാജ്യത്തെ കയറ്റുമതിയും ഇറക്കുമതിയും ഒക്കെ നമുക്ക് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം മുഖേന മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കുക എന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കുന്നതിനുള്ള ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇയർ തന്നിട്ടുണ്ടല്ലേ, ഡാറ്റയിൽ ഇയർ തന്നിട്ടുണ്ട്. എത്ര ഇയർ തന്നിട്ടുണ്ട്? 2001, 2002, 2003 അങ്ങനെ 3 വർഷങ്ങൾ തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എക്സ്പോർട്ട് എത്ര വേരിയബിൾ തന്നിട്ടുണ്ട്? 2 വേരിയബിൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? എക്സ്പോർട്ടും തന്നിട്ടുണ്ട്. വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഖ്യാപരമായിട്ട് അളക്കാൻ പറ്റുന്നതാണല്ലേ. ഓക്കെ, അപ്പൊ എക്സ്പോർട്ട് തന്നിട്ടുണ്ട്, ഇമ്പോർട്ടും തന്നിട്ടുണ്ട്. 2 വേരിയബിൾ ആണ് തന്നിട്ടുള്ളത്, എക്സ്പോർട്ടും ഇമ്പോർട്ടും. അതില് 2001 എക്സ്പോർട്ട് എത്രയായിരുന്നു? 84 ആയിരുന്നു. 2001 ഇമ്പോർട്ട് 74 ആയിരുന്നു. 2002 എക്സ്പോർട്ട് 78 ആയിരുന്നു, ഇമ്പോർട്ടും 78 ആയിരുന്നു. 2003 എക്സ്പോർട്ട് എത്രയാണ്? 90 ആണ്, ഇമ്പോർട്ട് എത്രയാണ്? 80 ആണ്. അപ്പോൾ 2 വേരിയബിളിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡയഗ്രമാണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഇനി ഈ ഡാറ്റ അനുസരിച്ച് നമ്മളോട് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വരയ്ക്കാം. എങ്ങനെയാണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഡയഗ്രാം വരയ്ക്കുന്നതിന് എന്തൊക്കെ വേണം? എക്സ് ആക്സിസും വേണം, വൈ ആക്സിസും വേണം. ഓക്കെ, ഇനി വേരിയബിൾ ഇവിടെ ഏതൊക്കെയാണ് വേരിയബിൾ? എക്സ്പോർട്ടും ഇമ്പോർട്ടും. അതെവിടെ ഏത് ആക്സിസിലാണ് നമ്മൾ മാർക്ക് ചെയ്യുക? വൈ ആക്സിസിൽ. വേരിയബിൾ എപ്പോഴും ഏത് ആക്സിസിലാണ് മാർക്ക് ചെയ്യുക? വൈ ആക്സിസിലാണ് മാർക്ക് ചെയ്യുക. അപ്പൊ ഇയർ എവിടെയായിരിക്കും മാർക്ക് ചെയ്യുക? എക്സ് ആക്സിസിൽ. വേരിയബിൾ എപ്പോഴും എവിടെ നമ്മൾ മാർക്ക് ചെയ്യുക? വൈ ആക്സിസിൽ. ഇവിടെ 2 വേരിയബിൾ ആണ്, എക്സ്പോർട്ടും ഇമ്പോർട്ടും. അത് നമ്മൾ വൈ ആക്സിസിൽ മാർക്ക് ചെയ്യുന്നു. അതുപോലെ ഇയർ എവിടെ മാർക്ക് ചെയ്യും? എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്യും. ആദ്യമായിട്ട് നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കുന്നതിനുള്ള എക്സ് ആക്സിസും മാർക്ക് ചെയ്തിട്ടുണ്ട്, വൈ ആക്സിസും മാർക്ക് ചെയ്തിട്ടുണ്ട്. എക്സ് ആക്സിസിൽ നമ്മൾ ഇയർ മാർക്ക് ചെയ്തിട്ടുണ്ട്, വൈ ആക്സിസിൽ നമ്മൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്ന് പറഞ്ഞ 2 വേരിയബിളും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈ ആക്സിസിൽ സംഖ്യകളൊക്കെ മാർക്ക് ചെയ്യണം. ഇവിടെ ഏറ്റവും ഉയർന്ന വാല്യൂ എത്രയാണ്? 90 ആണ്. ഏറ്റവും ചെറിയ വാല്യൂ എത്രയാണ്? 74 ആണ്. അപ്പൊ നമുക്ക് 20 ഡിഫറൻസിൽ 1 സെന്റിമീറ്റർ അകലത്തിൽ പോയിന്റുകളൊക്കെ മാർക്ക് ചെയ്യാം. 20, 40, 80, 100 എന്ന് അങ്ങനെ ഇട്ടിട്ടോ മാർക്ക് ചെയ്യാം. ഓക്കെ, 20, 40, 60, 80, 100. ഇവിടെ നിങ്ങൾക്ക് 25 വെച്ചിട്ട് മാർക്ക് ചെയ്യാം. അതൊക്കെ നിങ്ങളെ സൗകര്യം. 10 വെച്ചിട്ട് മാർക്ക് ചെയ്യാം. കാരണം 10 വെച്ച് മാർക്ക് ചെയ്യുമ്പോൾ 9 പോയിന്റ് വേണം. 90 അല്ലേ ലാസ്റ്റ്. അപ്പൊ എന്റെ സൗകര്യത്തിനനുസരിച്ചിട്ടാണ് ഞാൻ ഇവിടെ 20 വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട്. അപ്പൊ മാർക്ക് ചെയ്യുമ്പോൾ ഓർഡർ ആയിരിക്കണം. 20 ആണ് ഇവിടെ, 20 ആണെങ്കിൽ അടുത്തത് എത്ര? 20 കൂട്ടി 40 ആയിരിക്കണം. പിന്നെയും ഡിഫറൻസ് എത്രയായിരുന്നു? 20 തന്നെ ആയിരിക്കണം. അതായത് 60 ആവും. പിന്നെയും ഡിഫറൻസ് എത്രയാണ്? 80. അങ്ങനെ ഓർഡറിലായിരിക്കണം നമ്മൾ മാർക്ക് ചെയ്യണം എന്നാണ്. ഓക്കെ, ഇനി നമ്മള് സംഖ്യകളൊക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് 100 വരെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 2001 മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കാം. ഫസ്റ്റ് ഇയർ 2001 അല്ലേ, അപ്പൊ അതനുസരിച്ച് നമുക്ക് 2001 മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, അപ്പൊ 0യിൽ നിന്നും കുറച്ച് അകലത്തിൽ ഒരു ഇത്ര ഡിഫറൻസിൽ നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്തു. ഓക്കെ, 2001 എക്സ്പോർട്ട് എത്രയാണ്? 84, 84 ആയിരുന്നു. ഓക്കെ, 84 എന്ന് പറയുമ്പോൾ ഇവിടെ വരും, ഈ ഒരു പോയിന്റിലായിട്ട് വരും. ഞാൻ ഇവിടെ കുറച്ച് വീതി കുറച്ചിട്ടാണ് വരയ്ക്കുന്നത് എക്സ്പോർട്ടിന്റെ. അപ്പൊ നമ്മൾ എക്സ്പോർട്ടിന്റെ ബാർ വരച്ചു കഴിഞ്ഞു. ഇനി ഇമ്പോർട്ടിന്റെ വരയ്ക്കണം. ഇനി ഇമ്പോർട്ട് എത്രയാണ്? 74. 74 എന്ന് പറയുമ്പോൾ 80 കുറച്ച് താഴെ. നമ്മൾ ഫസ്റ്റ് എക്സ്പോർട്ടിന്റെ ബാർ വരച്ചിട്ടില്ലേ, അതേ രീതിയിൽ തന്നെ വരയ്ക്കണം. അപ്പൊ നമ്മള് 2001
എക്സ്പോർട്ടിന്റെയും ഇമ്പോർട്ടിന്റെയും ബാറുകൾ വരച്ചിട്ടുണ്ട്, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഇയർ കൊടുക്കാം 2001. അപ്പോൾ നമ്മൾ 2001 മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ എക്സ്പോർട്ടും ഉണ്ട് ഇമ്പോർട്ടും ഉണ്ട്. ഇമ്പോർട്ടിനൊക്കെ നമുക്ക് തിരിച്ചറിയണ്ടേ? ഓക്കെ, അപ്പൊ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എക്സ്പോർട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഷെയ്ഡ് കൊടുക്കാം. എക്സ്പോർട്ട് ഇങ്ങനെയുള്ള ഷെയ്ഡ് ഇങ്ങനെ കൊടുക്കും. ഇനി നമുക്ക് ഇമ്പോർട്ടിനെ അറിയണം. ഇമ്പോർട്ട് അങ്ങനെ പ്ലെയിൻ ആയിട്ട് മതി, മനസ്സിലാക്കാൻ മതി, ശരിയൊന്നും വേണ്ട, പ്ലെയിൻ ആയിട്ട് മതി. അപ്പോൾ നമ്മൾ 2001 മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ 2002 വരയ്ക്കണം. അപ്പോൾ ഈ 0-ൽ നിന്നും എത്ര അകലത്തിലാണോ നമ്മൾ ഈ ബാർ ഡയഗ്രാം വരച്ചിട്ടുള്ളത് അതേ അകലത്തിൽ തന്നെയാണ് നമ്മൾ അടുത്തതും വരയ്ക്കേണ്ടത്. ഇനി 2002 എക്സ്പോർട്ട് എത്രയാണ്? 78 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും. ഇതേ രീതിയിൽ തന്നെ വേണം എക്സ്പോർട്ട്. ആദ്യത്തെ എക്സ്പോർട്ട് എത്ര രീതിയിൽ വരച്ചത് അതേ രീതിയിൽ. ഇനി നമ്മൾ എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ഇമ്പോർട്ട് വരയ്ക്കണം. ഇമ്പോർട്ട് എത്രയാണ്? 78 തന്നെയാണ്. അപ്പൊ 2002 നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് 2003 വരയ്ക്കാനുള്ളത്. അപ്പൊ ഇതേ അകലം തന്നെ നമുക്ക് 2003 എക്സ്പോർട്ട് എത്രയാണ്? 90 ആണ്. 90 എന്ന് പറയുമ്പോ എക്സ്പോർട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് 2003 ഇമ്പോർട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. ഇമ്പോർട്ട് എത്രയാണ്? 80. അളവൊക്കെ കറക്റ്റ് ആയിരിക്കണം. അപ്പൊ നമ്മള് 2003 ഇമ്പോർട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം വരച്ചെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമ്പണന്റ് ബാർ ഡയഗ്രത്തെ കുറിച്ചാണ്. ഡാറ്റകൾ മൊത്തമായോ ഉപവിഭാഗങ്ങളായോ വിഭജിച്ച് കാണിക്കുന്ന ഡയഗ്രമാണ് കോമ്പണന്റ് ബാർ ഡയഗ്രാം. ഡാറ്റകൾ മൊത്തമായോ ഉപവിഭാഗങ്ങളായിട്ടോ വിഭജിച്ച് കാണിക്കുന്ന ഡയഗ്രമാണ് കോമ്പണന്റ് ബാർ ഡയഗ്രാം. കോമ്പണന്റ് ബാർ ഡയഗ്രാം ഈസ് ഓൾസോ നോൺ ആസ് സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം. കോമ്പണന്റ് ബാർ ഡയഗ്രാം എന്ത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. നമുക്കിനി എങ്ങനെയാണ് ഒരു കോമ്പണന്റ് ബാർ ഡയഗ്രാം വരയ്ക്കുക എന്ന് നോക്കാം. കോമ്പണന്റ് ബാർ ഡയഗ്രാം വരയ്ക്കുന്നതിനുള്ള ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്: ഡ്രോ കോമ്പണന്റ് ബാർ ഡയഗ്രാം ഫോർ ദി ഫോളോയിങ് ഡാറ്റ. അതായത് വിവിധ വർഷങ്ങളിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ വിവിധ ഗ്രൂപ്പുകളിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ എണ്ണാണ് തന്നിട്ടുള്ളത്. അതായത് വർഷം തന്നിട്ടുണ്ട്. ഇതാ 2006 മുതൽ 2007 കൊമേഴ്സ് ഗ്രൂപ്പിൽ 20,000 വിദ്യാർത്ഥികളാണ് പഠിച്ചിരുന്നത്. ആർട്സ് ഗ്രൂപ്പിൽ 10,000, സയൻസ് ഗ്രൂപ്പിൽ 5,000. അങ്ങനെ 2006-2007 ആ യൂണിവേഴ്സിറ്റിയിൽ 35,000 വിദ്യാർത്ഥികളാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി 2007-2008 വർഷത്തില് കൊമേഴ്സ് ഗ്രൂപ്പിൽ 26,000 വിദ്യാർത്ഥികളാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആർട്സ് ഗ്രൂപ്പിൽ 9,000 വിദ്യാർത്ഥികളാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. സയൻസ് ഗ്രൂപ്പിൽ 7,000 വിദ്യാർത്ഥികളാണ് പഠിച്ചിരുന്നത്. അങ്ങനെ ആ യൂണിവേഴ്സിറ്റിയിൽ 2007-2008 വർഷത്തിൽ 42,000 വിദ്യാർത്ഥികളാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. 42,000 വിദ്യാർത്ഥികളാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി 2008-2009 എന്ന കാലഘട്ടത്തില്
കൊമേഴ്സില് 31,000 വിദ്യാർത്ഥികളാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആർട്സില് 9,500 കുട്ടികളാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. സയൻസില് 7,500 കുട്ടികളാണ് പഠിച്ചിരുന്നത്. അങ്ങനെ 2008-2009 കാലഘട്ടത്തില് ആ യൂണിവേഴ്സിറ്റിയിൽ 48,000 വിദ്യാർത്ഥികളാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഡാറ്റ അനുസരിച്ച് നമ്മളോട് കോമ്പണന്റ് ബാർ ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളോട് ഈ ഡാറ്റ അനുസരിച്ചിട്ട് കോമ്പണന്റ് ബാർ ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് വരച്ചു നോക്കാം. അപ്പോൾ നമുക്ക് ഡയഗ്രാം വരയ്ക്കാൻ എന്തൊക്കെ വേണം? എക്സ് ആക്സിസും വേണം, വൈ ആക്സിസും വേണം. ഇവിടെ നമ്മൾ എക്സ് ആക്സിസിൽ എന്താണ് മാർക്ക് ചെയ്യുക? ഇയർ ആണ് മാർക്ക് ചെയ്യുക. വൈ ആക്സിസിൽ കൊമേഴ്സ്, ആർട്സ്, സയൻസ് ആണ് മാർക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും ഒക്കെ ഒന്ന് വരയ്ക്കാം. നമ്മളിപ്പോൾ കോമ്പണന്റ് ബാർ ഡയഗ്രാം വരയ്ക്കുന്നതിനുള്ള എക്സ് ആക്സിസും വരച്ചിട്ടുണ്ട്, വൈ ആക്സിസും വരച്ചു കഴിഞ്ഞു. എക്സ് ആക്സിസിൽ നമ്മൾ ഇയർ മാർക്ക് ചെയ്തിട്ടുണ്ട്, വൈ ആക്സിസിൽ കൊമേഴ്സ്, ആർട്സ്, സയൻസ് എന്നിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വൈ ആക്സിസിൽ പോയിന്റുകൾ മാർക്ക് ചെയ്യണം, അല്ലെ സംഖ്യകളൊക്കെ മാർക്ക് ചെയ്യണം. എങ്ങനെ മാർക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഏറ്റവും ഉയർന്ന സംഖ്യ എത്രയാണ്? 48,000 അല്ലെ, 48,000. ശ്രദ്ധിക്കണം, 48,000 ആണ്. ഏറ്റവും ചെറിയ സംഖ്യ എത്രയാണ്? 5,000 ആണ് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മള് 48 ഉൾപ്പെടണം, 5,000 ഉൾപ്പെടണം അല്ലെ. അപ്പൊ നമ്മള് 10,000 ഡിഫറൻസിൽ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം, സംഖ്യകളൊക്കെ മാർക്ക് ചെയ്യാം. 1 സെന്റിമീറ്റർ അകലത്തില് 10,000 ഡിഫറൻസിൽ നമ്മൾ മാർക്ക് ചെയ്യാൻ പോവാണ് സംഖ്യകളൊക്കെ. 1 സെന്റിമീറ്റർ അകലത്തില് 10,000 മാർക്ക് ചെയ്തു, മാർക്ക് ചെയ്തു. ഏറ്റവും ഉയർന്ന വാല്യൂ 48,000 ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് 50,000 വരെ മാർക്ക് ചെയ്യണം. 50. അപ്പൊ നമ്മൾ വൈ ആക്സിസിൽ സംഖ്യകളൊക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു, എക്സ് ആക്സിസിൽ ഇയർ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. 2006-2007 കാലഘട്ടത്തില് കോമ്പണന്റ് ബാർ ഡയഗ്രാം വരയ്ക്കാൻ പോവുകയാണ്. അപ്പോ നമ്മൾ നോക്കേണ്ടത് കോമ്പണന്റ് ബാർ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് ടോട്ടൽ എന്ന് പറയുന്ന കോളത്തിലാണ് നോക്കുന്നത്. 2006-07 ടോട്ടൽ മൊത്തം എത്ര കുട്ടികളാണ് ഉണ്ടായിരുന്നത്? 35,000. അപ്പൊ ഈ 35,000 35,000 വലിപ്പത്തിൽ നമ്മൾ ഒരു ബാർ ആദ്യം വരയ്ക്കണം. അതിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 0-ൽ നിന്ന് കുറച്ച് അകലത്തിൽ ഇപ്പൊ ഒരു മാർക്ക് ചെയ്തു. അവിടെ നമ്മൾ 35,000 വലിപ്പത്തിൽ ഒരു ബാർ വരയ്ക്കാൻ പോവാണ്. 35,000 എന്ന് പറഞ്ഞാൽ 30-യുടെയും 40-യുടെയും മധ്യത്തിൽ. അപ്പൊ നമ്മള് 35,000 ഉയരത്തിൽ ഒരു ബാർ വരച്ചു കഴിഞ്ഞു. ഇനി നമ്മള് കൊമേഴ്സ് ഗ്രൂപ്പാണ് ആദ്യമായിട്ട് മാർക്ക് ചെയ്യാൻ പോകുന്നത്. കൊമേഴ്സില് 20,000 20,000 കുട്ടികളാണ് 2006-2007 കാലഘട്ടത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മളിവിടെ കൊമേഴ്സ് ഗ്രൂപ്പിൽ 20,000 നേരെ 20,000 ഇവിടെ മാർക്ക് ചെയ്തു. 20,000 നേരെ വരച്ചു. ഇനി ആർട്സ് ഗ്രൂപ്പില് 10,000 ആയിരുന്നു. അപ്പൊ നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യാം? ഈ 20,000-ൽ കൂടെ 10,000 കൂട്ടുക. അപ്പോൾ എത്രയാണ്? 20 + 10,000 30,000. അപ്പൊ നമ്മൾ ആർട്സ് 30,000-ലാണ് മാർക്ക് ചെയ്യേണ്ടത്. 30,000 ആർട്സ് നമ്മളിവിടെ 30,000 നേരെ വരച്ചു കഴിഞ്ഞു. ഇനി സയൻസ് എത്രയാണ്? 5,000. അപ്പൊ നമ്മൾ 30,000 വരെയാണ് മാർക്ക് ചെയ്തത്. ഇനി 30 കൂടെ 5,000 കൂട്ടുക. അങ്ങനെ 35,000-ൽ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. നമ്മളിവിടെ ഓൾറെഡി മാർക്ക് ചെയ്തതാണ്. അപ്പൊ എങ്ങനെ വരച്ചത് ഒന്നുകൂടി പറയാം. ആദ്യമായിട്ട് നമ്മൾ 35,000-ൽ നമ്മളൊരു ബാർ ഡയഗ്രാം വരച്ചു കഴിഞ്ഞു അല്ലെ. അത് 2006-2007 നമ്മൾ ടോട്ടൽ എന്നുള്ള കോളം നോക്കി അങ്ങനെ 35,000-ൽ ബാർ വരച്ചു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ കൊമേഴ്സ് ആണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. കൊമേഴ്സിൽ എത്ര വിദ്യാർത്ഥികളായിരുന്നു ഉണ്ടായിരുന്നത്? 20,000. അപ്പൊ നമ്മൾ 20,000 നേരെ ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ 20,000-ൽ കൂടെ ആർട്സില് എത്ര കുട്ടികളാണ്? 10,000 ആണ്. അപ്പൊ 20,000-ൽ കൂടെ 10,000 10,000 കൂട്ടിയാൽ എത്ര നമുക്ക് കിട്ടുക? 30,000. അപ്പൊ ആർട്സ് എന്നുള്ള 30,000-ന് നേരെ നമ്മൾ മാർക്ക് ചെയ്തു ആർട്സിനെ. ഇനി സയൻസ് എത്രയാണ്? 5,000 ആണ്. അപ്പൊ നമ്മൾ 30,000-ലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. 30,000-ൽ കൂടെ 5,000 കൂടി കൂട്ടിയ 35,000. അവിടെ നമ്മൾ സയൻസും മാർക്ക് ചെയ്തു കഴിഞ്ഞു. ഇനി അപ്പൊ നമ്മൾ 2006-2007 കോമ്പണന്റ് ബാർ ഡയഗ്രാം വരച്ചു. ഇനി പക്ഷെ നമുക്ക് ഈ കൊമേഴ്സും ആർട്സും സയൻസും ഒക്കെ മനസ്സിലാക്കണം. അതെങ്ങനെ മനസ്സിലാക്കാം? കൊമേഴ്സിന് നമുക്ക്
ഇൻഡു മാർക്ക് കൊടുക്കാം. നമ്മളിവിടെ കൊമേഴ്സിന് ഇൻഡു കൊടുത്തു. ഇനി ആർട്സിന് നമുക്ക് എന്ത് കൊടുക്കാം? പ്ലസ് മാർക്ക് കൊടുക്കാം. ആർട്സ്. ഇനി സയൻസിന് നമുക്ക് മൈനസ് കൊടുക്കാം. സയൻസിന് നമ്മൾ മൈനസ് കൊടുത്തു. സയൻസിന് മൈനസ്. നമ്മളിവിടെ ഇയർ എഴുതണം. അപ്പൊ നമ്മളിവിടെ 2006-07 ബാർ ഡയഗ്രാം, കോമ്പണന്റ് ബാർ ഡയഗ്രാം വരച്ചു കഴിഞ്ഞു. അടുത്തതായിട്ട് 2007-2008 കോമ്പണന്റ് ബാർ ഡയഗ്രാം വരയ്ക്കണം. ഇനി വരയ്ക്കുമ്പോൾ നമ്മൾ എവിടെ നോക്കണം? ടോട്ടൽ എന്നുള്ള കോളം ആദ്യം നോക്കണം. ഓക്കെ, ഇവിടെ എത്ര കുട്ടികളാണ് പഠിച്ചിട്ടുള്ളത്? 42,000 കുട്ടികളാണ് പഠിച്ചിട്ടുണ്ടായത്. അപ്പൊ നമ്മൾ 42,000ന്റെ വലിപ്പത്തിൽ ഒരു ബാറ് വരയ്ക്കണം. ഇവിടെ നമ്മൾ 2006-2007 കോമ്പണന്റ് ബാർ ഡയഗ്രാം എത്ര അകലത്തിലാണ്, സീറോയിൽ നിന്ന് എത്ര അകലത്തിലാണോ വരച്ചിട്ടുള്ളത് അതേ അകലത്തിൽ തന്നെയാണ് നമ്മൾ 2007-2008 കോമ്പണന്റ് ബാർ ഡയഗ്രാം വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 42,000ന്റെ ഹൈറ്റില് നമ്മളൊരു ബാർ ഡയഗ്രാം വരച്ചു കഴിഞ്ഞു. 2007-2008 വർഷത്തില്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? കൊമേഴ്സ് ഗ്രൂപ്പാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുന്നത്. കൊമേഴ്സിൽ എത്ര വിദ്യാർത്ഥികൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 2007-2008 കാലഘട്ടത്തില്? 26,000, 26,000. അപ്പൊ നമ്മൾ നോക്കാം, 20 30,000 കുറച്ച് താഴെ, ഏകദേശം ഇവിടെ വരും 26,000. നമ്മൾ 26,000 എന്നുള്ളത് ഇവിടെ മാർക്ക് ചെയ്തു. കൊമേഴ്സിനെ തിരിച്ചറിയാൻ നമ്മൾ ഇൻഡു മാർക്കാണ് ഉപയോഗിച്ചുള്ളത്. ആ ഇൻഡു മാർക്ക് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി അപ്പൊ കൊമേഴ്സ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ആർട്സ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. ആർട്സിൽ എത്ര കുട്ടികൾ പഠിച്ചിട്ടുണ്ടായിരുന്നു? 9,000 കുട്ടികളാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഈ 26,000ത്തിൽ കൂടെ 9,000 കൂട്ടുക എത്ര വരിക? 35,000. ഓക്കെ, 35,000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 35,000 തവണ മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മള്. 35,000. ഓക്കെ, ആർട്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ പ്ലസ് മാർക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ആർട്സും മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ആർട്സ് 35,000 വരെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ സയൻസ് മാർക്ക് ചെയ്യണം. സയൻസിൽ എത്ര കുട്ടികളാണ് 2007-2008 കാലഘട്ടത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്? 7,000 കുട്ടികളാണ്. അപ്പൊ 35,000ത്തിൽ കൂടെ 7,000 കുട്ടികൾ എത്രയാണ്? 42,000. 42,000ന്റെ ഹൈറ്റിലാണ് നമ്മൾ ഈ ബാർ വരച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളിവിടെ സയൻസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. സയൻസിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ്? മൈനസോടെയാണ്. 2007-2008 കോമ്പണന്റ് ബാർ ഡയഗ്രാം വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ 2008-2009 കോമ്പണന്റ് ബാർ ഡയഗ്രാം ആണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ ഈ ബാറുകൾ തമ്മിലുള്ള അകലം തന്നെ ആയിരിക്കണം നമ്മൾ ഇനി മൂന്നാമത്തെ ബാർ കോമ്പണന്റ് ബാർ ഡയഗ്രാം വരയ്ക്കുമ്പോഴും ഉണ്ടാകേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ 2008-2009 എന്ന് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ 2008-2009 ടോട്ടൽ എത്ര നോക്കും? ടോട്ടൽ വിദ്യാർത്ഥികൾ എത്രയാണ് നോക്കൂല്ലേ? എത്രയാണ്? 48,000. അതിന്റെ ഹൈറ്റിൽ ഒരു ബാർ വരയ്ക്കും. 48,000 എന്നുള്ള ഹൈറ്റിൽ നമ്മളൊരു ബാർ വരയ്ക്കും. 48,000 എന്നുള്ള ഹൈറ്റില് 2008-2009 ഒരു ബാർ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 2008-2009 എത്ര കൊമേഴ്സ് വിദ്യാർത്ഥികൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നോക്കണം. എത്രയായിരുന്നു? 31,000. 31 എന്ന് പറയുമ്പോൾ ഇതാ ഏകദേശം ഇതാ ഇവിടെ 31,000. കൊമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ ഇൻഡു മാർക്കാണ് ഉപയോഗിച്ചത്. അത് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ആർട്സ് എത്രയാണ്? 9,500. ഈ 31,000ത്തിൽ കൂടെ 9,500 കൂട്ടണം. അതായത് 31,000ത്തിൽ കൂടെ 9,500 കൂട്ടിയാൽ എത്ര കിട്ടും? 40,500. ഈ 40,500ലാണ് നമ്മൾ ആർട്സ് മാർക്ക് ചെയ്യുക. 40,500 എന്ന് പറയുമ്പോൾ
ഏകദേശം 40,500 നമ്മൾ മാർക്ക് ചെയ്തു. ആർട്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പ്ലസ് മാർക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് സയൻസ് ആണ് മാർക്ക് ചെയ്യാനുള്ളത് അല്ലേ? ഓക്കെ, സയൻസ് 40,500 വരെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി സയൻസിൽ എത്ര കുട്ടികളാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? 2008 2009 7,500. 40,500 7,500 കൂട്ടിയാൽ എത്രയാണ്? 48,000. 40,500 7,500 കൂട്ടിയാൽ എത്രയാണ്? 48,000. അപ്പൊ ആ 48,000ന്റെ ഉയരത്തിലാണ് നമ്മൾ സയൻസ് മാർക്ക് ചെയ്യുക. 48,000 എന്നുള്ള പോയിന്റിലാണ് നമ്മൾ സയൻസ് മാർക്ക് ചെയ്യുക. ഇവിടെ ഓൾറെഡി നമ്മൾ 48,000 നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ മാർക്ക് ചെയ്തു. സയൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ മൈനസ് മാർക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മൾ 2008 2009 കോമ്പണന്റ് ബാർ ഡയഗ്രാമും വരച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കോമ്പണന്റ് ബാർ ഡയഗ്രാം എങ്ങനെ വരയ്ക്കേണ്ടത് എന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.